നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കർഷകർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായമാണ് PM കിസാൻ. എന്നാൽ ചിലപ്പോൾ കർഷകർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അറിയേണ്ടത് എന്തൊക്കെയാണ്, അയോഗ്യതാ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി നമ്മൾക്ക് നോക്കാം. ആദ്യം തന്നെ പ്രായവുമായി ബന്ധപ്പെട്ട തെറ്റുകൾ. പദ്ധതിയിൽ ഉൾപ്പെടാനുള്ള പ്രായപരിധി പാലിക്കാത്തവരെ ഒഴിവാക്കും. ചില കർഷകർ തെറ്റായ പ്രായ വിവരങ്ങൾ നൽകുന്നത് അവരുടെ 21ാം ഗഡു തുക പോലും തടസ്സപ്പെടാൻ കാരണമാകും. ഭൂമി രേഖകളിലെ തെറ്റുകൾ. ഗസ്ര ഗദൌനി രേഖകളിലെ തെറ്റുകൾ കർഷകനെ അയോഗ്യനാക്കി മാറ്റുന്നു. ഭൂമിയുടെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശരിയായി രേഖപ്പെടുത്തണം. മൂന്നാമതായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ. ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ തെറ്റായി നൽകിയാൽ തുക നേരിട്ട് മടങ്ങും. ചിലപ്പോൾ 21ാം ഗഡു ഇൻസ്റ്റാൾമെന്റ് പോലും കർഷകർക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. നാലാമതായി അപേക്ഷാ ഫോം പൂരിപ്പിക്കൽ പിഴവുകൾ. അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ പിഴവുകളും തെറ്റുകളും വളരെ വലുത പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇത് 100% അയോഗ്യതയ്ക്ക് കാരണമായേക്കാം. അഞ്ചാമതായി EKYC പൂർത്തിയാക്കാത്തവർ. എല്ലാ കർഷകരും ആധാർ EKYC പ്രക്രിയ പൂർത്തിയാക്കണം. ഇത് പൂർത്തിയാക്കാത്തവർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതിനാൽ ഇൻസ്റ്റാൾമെന്റ് കിട്ടാൻ വൈകിപ്പോകും. ആറാമതായി മറ്റു സാധാരണ അയോഗ്യതാ കാരണങ്ങൾ. വരുമാന നികുതി അടയ്ക്കുന്നവർ, സർക്കാർ, പബ്ലിക് സെക്ടർ ജീവനക്കാർ, ഒരാൾക്ക് പല ആനുകൂല്യങ്ങളുള്ളവർ, ഭൂമിയുടെ ഉടമസ്ഥതയില്ലാത്ത കർഷകർ എന്നിങ്ങനെയുള്ളവരെയും അയോഗ്യരായി പ്രഖ്യാപിക്കുന്നു. കർഷകർക്ക് PM കിസാൻ തുക ലഭിക്കാത്ത പ്രധാന കാരണങ്ങൾ ഇതെല്ലാമാണ്. നിങ്ങളുടെ വിവരങ്ങൾ ശരിയായി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കുക. EKYC പൂർത്തിയാക്കുക. ബാങ്ക് വിവരങ്ങൾ പരിശോധിക്കുക. ഈ വിവരങ്ങൾ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്